Okay, welcome dear students. Welcome to Easy Math online classes. Myself Dinesh Kumar. Today we are discussing about a ring theory. It's a binary structure. In your last semester you learned about group theory, different kind of group operations, isomorphic structure, homomorphism, and related so many things you already learned about in your last semester. So today your textbook is Contemporary Abstract Algebra by Joseph A. Gallian. Eighth edition. ഈ ഗ്രൂപ്പ് തിയറിയുടെ സ്ട്രക്ചറിനകത്ത് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ബൈനറി ഓപ്പറേഷൻസ് ആണ്. ഈ ബൈനറി ഓപ്പറേഷൻ ഗ്രൂപ്പിലെ സ്ട്രക്ചറിൽ നമ്മൾ എപ്പോഴും പറഞ്ഞത് ഒന്നുകിൽ അഡിറ്റീവ് സ്ട്രക്ചർ മാത്രം വെച്ചിട്ട്, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേറ്റീവ് സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അഡിഷൻ മോഡിലോ മൾട്ടിപ്ലിക്കേഷൻ മോഡിലോ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് കോമ്പോസിഷൻസ്, ഇത്തരം കാര്യങ്ങളിലാണ് നമ്മൾ ഗ്രൂപ്പിൻ്റെ സ്ട്രക്ചറിൽ പറയുന്നത്. അന്നേരം അവിടെ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഒരു ബൈനറി സ്ട്രക്ചർ മാത്രമാണ്. വി ആർ യൂസിങ് ഓൺലി വൺ ബൈനറി ഓപ്പറേഷൻ. അന്നേരം ഇതിനെക്കാട്ടിയും കുറച്ചുകൂടെ വലിയൊരു ഫോർമേഷനിൽ, ഇൻ ദ സെൻസ് ദാറ്റ് ഇപ്പോൾ രണ്ട് ഓപ്പറേഷനുകൾ അവിടെ യൂസ് ചെയ്യാൻ കഴിയുമോ, അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എത്തരത്തിലുള്ള ബൈനറി സ്ട്രക്ചറുകളാണ് നമുക്ക് ഫോം ചെയ്യാൻ കഴിയുന്നത്, അതിനെക്കുറിച്ചുള്ള സ്ട്രക്ചറുകളെ കുറിച്ചുള്ള പഠിക്കുന്നതാണ് റിംഗ് തിയറിയിൽ വരുന്നത്. ഓക്കെ, റിംഗ് തിയറിയിൽ വരുമ്പോഴത്തേക്കിന് നോൺ എംപ്റ്റി സെറ്റ് വിത്ത് അഡിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേറ്റീവ് ഓപ്പറേഷൻ. That is two binary operations. We are using two binary operations in ring. A comma B belongs to any two elements in that non-empty set. A plus B, which is also belongs to R, and A into B also belongs to R. നേരെ രണ്ട് ബൈനറി ഓപ്പറേഷൻസ് ആണ് റിംഗ് സ്ട്രക്ചറിൽ വരുന്നത്. ഇതിനെ റിംഗ് എന്ന് പറയണമെങ്കിൽ ഇതിന് കുറച്ച് പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഫസ്റ്റ് പ്രോപ്പർട്ടീസ് A plus B plus C, which is equal to A plus B plus C. അതായത് അസോസിയേറ്റിവിറ്റി ഹോൾഡ് ചെയ്തിരിക്കണം. സെക്കൻഡ് വൺ, there exist 0 belongs to R such that A plus 0 equal to 0 plus A, where 0 is the identity element. അതുപോലെ തന്നെ തേർഡ് വൺ, ഫോർ ഈച്ച് A belongs to R, there exist negative A belongs to R such that A plus negative A equal to 0 equal to negative A plus A. അതായത് ഈ പറയുന്ന പ്രോപ്പർട്ടീസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഇത് ഏതിൻ്റെ പ്രോപ്പർട്ടി ആയിട്ടാണ് വരുന്നത്? ഗ്രൂപ്പിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഇത് ഗ്രൂപ്പ് ഫോം ചെയ്യണം അണ്ടർ ദ ഓപ്പറേഷൻ അഡിഷൻ. അതായത് നോൺ എംപ്റ്റി സെറ്റ് അണ്ടർ ദ ഓപ്പറേഷൻ അഡിഷനിൽ ഗ്രൂപ്പ് ഫോം ചെയ്യണം. അത് കൂടാതെ തന്നെ A plus B equal to B plus A, അതായത് അബീലിയൻ ഗ്രൂപ്പ് ആയിരിക്കണം. അബീലിയൻ ഗ്രൂപ്പ് അണ്ടർ അഡിഷൻ. ഇത് കൂടാതെ ഇനി മൾട്ടിപ്ലിക്കേഷനിലേക്ക് വരുമ്പോഴത്തേക്കിന് A ഇൻറ്റു ബി സി ഈക്വൽ ടു എ ബി ഇൻറ്റു സി, അസോസിയേറ്റിവിറ്റി ഹോൾഡ് ചെയ്തിരിക്കണം. അത് കൂടാതെ A ഇൻറ്റു ബി പ്ലസ് സി വിച്ച് ഇസ് ഈക്വൽ ടു എ ബി പ്ലസ് എ സി. ഇവിടെ നമ്മൾ ബി പ്ലസ് സിയുടെ ലെഫ്റ്റ് സൈഡിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഓവർ അഡിഷൻ. സോ ലെഫ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ്. ഇത് കൂടാതെ റൈറ്റ് സൈഡിലും സെയിം ഓപ്പറേഷൻ യൂസ് ചെയ്യണം. ദാറ്റ് ഇസ് ബി പ്ലസ് സി ഇൻറ്റു എ വിച്ച് ഇസ് ഈക്വൽ ടു ബി എ പ്ലസ് സി എ. ബി പ്ലസ് സിയുടെ
റൈറ്റ് സൈഡിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ റൈറ്റ് ഡിസ്ട്രിബ്യൂട്ട്. ഓക്കെ, അന്നേരം ഒരു നോൺ എം ടി സെറ്റ് വിത്ത് അഡിഷൻ വിച്ച് ഫോംസ് ആൻ അബീലിയൻ ഗ്രൂപ്പ് അണ്ടർ ദ ഓപ്പറേഷൻ അഡിഷൻ മൾട്ടിപ്ലിക്കേഷനിൽ ഇതിന് ഓരോന്നിനെയും പറയാറുണ്ട്. അതായത് എ ബി ബിലോങ്സ് ടു ആർ, നമ്മൾ ബൈനറി സ്ട്രക്ചർ പറഞ്ഞില്ലേ, ഈ പ്രോപ്പർട്ടി ഉണ്ട്. ടുഗദർ വിത്ത് അസോസിയേറ്റിവിറ്റി, അതിനെ നമ്മൾ സെമി ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. പിന്നെ ഈ ഡിസ്ട്രിബ്യൂട്ടിവിറ്റി പ്രോപ്പർട്ടിയും കൂടെ ഹോൾഡ് ചെയ്യണം. ഇത്രയും ഹോൾഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റിംഗ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് യൂണിറ്റി. യൂണിറ്റി ഇൻ എ റിംഗ്. റിംഗിന്റെ കേസിൽ എപ്പോഴും ഓർക്കണം, രണ്ട് ഓപ്പറേഷൻസ് ആണ്, അഡിഷനും ഉണ്ട് മൾട്ടിപ്ലിക്കേഷനും ഉണ്ട്. യൂണിറ്റി ഇൻ എ റിംഗ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ആണ് നമ്മൾ പറയുന്നത്. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ഇൻ എ റിംഗിനെയാണ് യൂണിറ്റി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അടുത്തത് യൂണിറ്റ് ഇൻ എ റിംഗ്. നോൺ സീറോ എലമെന്റ്. നോൺ സീറോ എലമെന്റ് ഇൻ എ റിംഗ് is said to be unit if it has multiplicative inverse. In the sense that എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് എക്സിസ്റ്റ് ചെയ്തിരിക്കണം, എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്തിരിക്കണം. ഇതിനെയാണ് യൂണിറ്റിനെ റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് എക്സാമ്പിൾസിലേക്ക് പോകാം. ഏതൊക്കെ കാര്യങ്ങളിൽ ഏതൊക്കെ സ്ട്രക്ചറുകൾ നമുക്ക് റിംഗിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിയുമെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സ് അണ്ടർ ദ ഓപ്പറേഷൻ അഡിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, അന്നേരം നമുക്ക് നോക്കാം. ഇതിന്റെ പ്രൂഫിലേക്ക് കടക്കുമ്പോഴത്തേക്കിന് ഇസഡ് റിംഗ് സ്ട്രക്ചർ ഫോം ചെയ്യുമോ, അന്നേരം നമുക്ക് ഈ റിംഗിന്റെ എല്ലാ പ്രോപ്പർട്ടീസും ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആണ്. ഏത് എലമെന്റ് എടുത്തു കഴിഞ്ഞാലും അല്ലേ, എ കോമ ബി കോമ സി ബിലോങ്സ് ടു ഇസഡ്, ഏത് പ്രോപ്പർട്ടി ഉണ്ട്, എ പ്ലസ് ബി വിച്ച് ഇസ് ഈക്വൽ ടു ബി പ്ലസ് എ തന്നെയാണ്, ദാറ്റ് ഇസ് അബീലിയൻ ആണ്. പിന്നെ അത് കൂടാതെ തന്നെ എ പ്ലസ് ബി പ്ലസ് സി വിച്ച് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി. അതുപോലെ തന്നെ അടുത്ത പ്രോപ്പർട്ടി അല്ലേ, സീറോ എന്ന് പറയുന്നത്, സീറോ ഇസ് ആൻ എലമെന്റ് ഇൻ ദാറ്റ് integer. 0 is an integer. 0 belongs to z. So we can return as 0 plus a which is equal to a plus 0 which is equal to a for all integers. For every integer a belongs to z. ഓക്കെ, അതുപോലെ തന്നെ ഏതൊരു ഇൻറ്റീജർ എടുത്തു കഴിഞ്ഞാലും അല്ലേ, കറസ്പോണ്ടിങ് ആയിട്ട് മറ്റൊരു ഇൻറ്റീജർ നെഗറ്റീവ് ഓഫ് എ വിച്ച് ഇസ് ഓൾസോ ബിലോങ്സ് ടു ഇസഡ് satisfies the condition that a plus of negative a which is equal to 0 which is equal to negative a plus a. Okay, അന്നേരം z under the operation additionൽ which forms an abelian group. So റിംഗിന്റെ ആദ്യത്തെ 4 പ്രോപ്പർട്ടീസും ഹോൾഡ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ തന്നെ അസോസിയേറ്റിവിറ്റി എ ബി ഇൻറ്റു സി വിച്ച് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ബി സി ആൻഡ് ലെഫ്റ്റ് ഡിസ്ട്രിബ്യൂട്ടിവിറ്റി എ ഇൻറ്റു ബി പ്ലസ് സി വിച്ച് ഇസ് ഈക്വൽ ടു എ ബി പ്ലസ് എ സി and b plus c into a which is equal to ba plus ca. എല്ലാ പ്രോപ്പർട്ടീസും ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ ഇസഡ് എന്ന് പറയുന്നത് റിങ് ഫോം ചെയ്യുന്നതായിരിക്കും. ഇനി നമ്മൾ പറഞ്ഞിരുന്ന 2 ഡെഫിനിഷൻസ് പറഞ്ഞില്ലേ, അതിനകത്ത് യൂണിറ്റിയും അതേപോലെ തന്നെ യൂണിറ്റിന്റെ എക്സിസ്റ്റൻസ്, മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എലമെന്റിന്റെ എക്സിസ്റ്റൻസ്. യൂണിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നില്ലേ, അതിനകത്ത് യൂണിറ്റി 1 ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത നമുക്ക് നോക്കേണ്ടത് യൂണിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ. യൂണിറ്റിന്റെ ഡെഫിനിഷൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്, നോൺ സീറോ എലമെന്റ് നോൺ സീറോ ആയിരിക്കണം. ആ നോൺ സീറോ എലമെന്റിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്തിരിക്കണം. അന്നേരം നമുക്ക് നോക്കാം, ഇസഡിന്റെ കേസസിൽ നോൺ സീറോ എലമെന്റിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന ഏതൊക്കെ എലമെന്റുകളെ നമുക്ക് യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയും. അന്നേരം നമുക്ക് നോക്കാം, 1 into 1 which is equal to 1. അന്നേരം എന്താണ്, 1 എന്ന് പറയുന്നതിനെ യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയുന്നതാണ്. അതേപോലെ തന്നെ 2നെ എടുക്കാൻ പറ്റുമോ, 2 into എന്തേ വരും, 1/2 ഈക്വൽ ടു 1 വരും. പക്ഷെ 2 എന്തല്ല, ഇൻറ്റീജർ അല്ല.
ഡസ് നോട്ട് ബിലോങ്സ് ടു ഇസഡ്. സോ 2 എന്ന് പറയുന്നത് എന്ത് വരത്തില്ല, യൂണിറ്റിൽ വരത്തില്ല. 3 വരുമോ, ഒന്നും വരത്തില്ല. പിന്നെ ഏതെങ്കിലും എലമെന്റ് എക്സിസ്റ്റ് ചെയ്യോ, 1 കൂടാതെ മറ്റേതെങ്കിലും എലമെന്റ് യൂണിറ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ കഴിയുമോ? -1 എടുക്കാം. -1ന്റെ കൂടെ എന്ത് തന്നെ എടുക്കാം, -1 വിച്ച് ഇസ് ഈക്വൽ ടു 1. അന്നേരം ഇസഡ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ഇൻറ്റീജർ രണ്ട് യൂണിറ്റുകളാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അന്നേരം യൂണിറ്റ്സ് ഇൻ ഇസഡ് ആർ ഏതൊക്കെയാണ്, 1 ആൻഡ് -1. ഓക്കെ, ഇനി മറ്റൊരു എക്സാമ്പിൾ നമുക്ക് ഡീൽ ചെയ്യാം. ഇനി അടുത്ത വരുന്ന വേറൊരു എക്സാമ്പിൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് Zn which is equal to ചെയ്തിട്ടുള്ളതാണ് 0, 1, 2, 3 എക്സെട്ര അപ് ടു n-1 അല്ലേ. ഇതിനകത്ത് ഏത് ഓപ്പറേഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അഡിഷൻ മോഡുലോ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ n ആണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് Zn. അതിന് അഡിഷൻ മോഡുലോ n ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ n. സെയിം പ്രൊസീജിയർ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. നേരത്തെ കണ്ട അതേ പ്രോപ്പർട്ടീസ് തന്നെ അഡിഷൻ്റെ ഏതെടുത്തു കഴിഞ്ഞാലും മാക്സിമം എൻട്രി n വന്നു കഴിഞ്ഞാൽ അത് ഏത് എലമെന്റ് ആണ്, 0 ആണ് വരുന്നത്, n+1 1 ആണ് വരുന്നത്, n+2 2 ആണ് വരുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ എക്സിസ്റ്റൻസിലേക്ക് പോകുന്നത്. റിപ്പീറ്റ് ചെയ്ത് എലമെന്റ്സ് ആണ്, റിമൈൻഡർ വെച്ചിട്ടാണ് ഇതിന്റെ ഫോർമേഷൻ വരുന്നത്, Zn-ന്റെ ഫോർമേഷൻ വരുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിനകത്ത് യൂണിറ്റി എന്ന് പറയുന്ന എലമെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. യൂണിറ്റി എന്ന് പറയുന്നത് എലമെന്റ് ഉണ്ട് അല്ലേ, 1. ഇനി അടുത്തത് യൂണിറ്റ് എലമെന്റ് ഇതിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, അതായത് നോൺ സീറോ എലമെന്റ് Zn-നകത്തുള്ള അഡിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ n-നകത്തുള്ള നോൺ സീറോ എലമെന്റ് എക്സിസ്റ്റ് ചെയ്യണം. ഈ നോൺ സീറോ എലമെന്റ് ഇൻവേഴ്സ് കറസ്പോണ്ടിങ് ആയിട്ട് എക്സിസ്റ്റൻസ് വരുന്നതാണ് പറയുന്നത്. അന്നേരം നമുക്ക് ഒരു സിമ്പിൾ എക്സാമ്പിളിലേക്ക് പോകാം. അതായത് Z2 അണ്ടർ ദ ഓപ്പറേഷൻ അഡിഷൻ മോഡുലോ 2 ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ 2. ഓക്കെ, അന്നേരം അഡിഷൻ മോഡുലോ 2 മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ 2. അന്നേരം Z2-നകത്ത് എക്സിസ്റ്റ് ചെയ്യുന്ന എൻട്രികളെ നമുക്ക് എങ്ങനെ ഇറ്റ് ക്യാൻ ബി റെപ്രസെന്റഡ് 0, 1. 2 ഓപ്പറേഷൻസ് ആണ്. ദാറ്റ് ഇസ് 0 + 0 which is equal to 0, 0 + 1 which is equal to 1, 1 + 1 which is equal to 0 and 1 + 0 which is equal to 1. ഇങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അല്ലെ, എലമെന്റുകൾ കിട്ടുന്നത് എക്സിസ്റ്റൻസ്. ഓരോന്നിന്റെ ഉണ്ട്, അഡിഷൻ മോഡുലോ 2 ആണ്, അഡിഷൻ മോഡുലോ 2 ആണ്, അഡിഷൻ മോഡുലോ 2 ആണ്, അഡിഷൻ മോഡുലോ 2 ആണ്, എല്ലാത്തിലും എക്സിസ്റ്റൻസ് പറയുന്നത്. ഓക്കെ, ഇനി അന്നേരം നോക്കാം. അന്നേരം ഏതൊക്കെ നോൺ സീറോ എലമെന്റ്, ആകെ അതിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്ന നോൺ സീറോ എലമെന്റ് ഏത് മാത്രമേ ഉള്ളൂ, 1 മാത്രമേ ഉള്ളൂ. സോ ഇസഡിലെ യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്, 1 ആണ് അല്ലേ. 1 × 1 which is equal to 1 ആണ് എക്സിസ്റ്റൻസ് പറയുന്നത്. മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ അറിയാലോ, ദാറ്റ് ഇസ് 0 × 1 which is equal to 0 and 1 × 0 again 0, that is 1 × 1 which is equal to 1. ഈ ഒരു എക്സിസ്റ്റൻസ് ആണ് അതിനകത്ത് പറയാൻ കഴിയുന്നത് അല്ലേ. ഈ എക്സിസ്റ്റൻസ് ആണ് അതിനകത്ത് പോസിബിൾ. 0, 0 which is also equal to 0. ഓക്കെ, അന്നേരം Z2 എന്ന് പറയുന്നത് എന്ത് ഫോം ചെയ്യും, which forms an Z2 which is forms an ring under the operation addition modulo 2 and multiplication modulo 2. ഇങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ Z3 കേസസിൽ വരുന്നത് 0, 1, 2 അല്ലേ. അന്നേരം ഇതിനകത്ത് നോക്കുക, നോൺ സീറോ എലമെന്റ് അല്ലേ. അന്നേരം നോൺ സീറോ എലമെന്റ് വി ക്യാൻ കൺസിഡർ 1 × 1 which is equal to 1. ഇനി അടുത്ത 2-ൻ്റെത്, 2-ൽ ഏതാണ് വരുന്നത്, 2-ന്റെ ഏത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഇൻവേഴ്സിന്റെ എക്സിസ്റ്റൻസ്. 2 തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുന്നത്, 4 അല്ലേ. 4 എന്ന് പറയുന്നത് Z3-ൽ അതിന്റെ റിമൈൻഡറിലെ എക്സിസ്റ്റൻസ് ആണ്. സോ ദാറ്റ് വാല്യൂ മസ്റ്റ് ബി 1. ഓക്കെ, അന്നേരം Z3-ലെ യൂണിറ്റുകൾ ഏതൊക്കെയാണ്, യൂണിറ്റ്സ് ഇൻ Z3 ആർ 1 ആൻഡ് 2. ഇങ്ങനെ കേസസ് നമ്മൾ കൺസിഡർ ചെയ്ത് പോകുമ്പോഴത്തേക്കിന് Z4, Z5, Z6 എക്സെട്ര ഈ വരുന്ന എലമെന്റുകൾ ഇതിന്റെ യൂണിറ്റിന് ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും. ഈ എലമെന്റുമായിട്ട് Z4, Z5, Z6 ഇങ്ങനെ വരുന്ന എലമെന്റുമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള എല്ലാ എലമെന്റുകളും അതിന്റെ യൂണിറ്റുകൾ ആയിരിക്കും. ഓക്കെ, അന്നേരം Z നേരത്തെ കണ്ടില്ലായിരുന്നു, Z2-ൽ ഏതാ വന്നത്, സിംഗിൾട്ടൺ സെറ്റ് 1 മാത്രമേ ഉള്ളൂ അല്ലേ. 1 ആണ് അതിന്റെ യൂണിറ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. Z3-ൽ ഏതൊക്കെ നമ്മൾ കണ്ട് അതിന്റെ യൂണിറ്റ് ആയിട്ട് Z3-ൽ അതിന്റെ യൂണിറ്റ് ആയിട്ട് നമ്മൾ കണ്ടത് ഏതൊക്കെയാണ്, നമ്മൾ യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തത് 1 ഉണ്ട്, 1 ആൻഡ് 2 അല്ലേ.
അന്നേരം Z4 അതുമായിട്ട് 4ഉമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള എല്ലാ എലമെന്റ്സുകളും അതിന്റെ യൂണിറ്റ് ആയിരിക്കും. സോ Z4 യൂണിറ്റുകൾ ഏതായിരിക്കും? 1 ഉണ്ട് അല്ലേ, 3 ഉണ്ട്. 1 and 3 ആർ ദി യൂണിറ്റ്സ് ഇൻ Z4. സെയിം പ്രൊസീജിയർ Z5 അന്നേരം ഏതൊക്കെ വരും? 1 വരും, 2 വരും, 3 വരും, 4 വരും. കാരണം എന്താണ്? അതെല്ലാം തന്നെ 5ഉമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള എലമെന്റുകളാണ്. ഈ റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള എലമെന്റുകളുടെ കളക്ഷനെ നമ്മൾ U(n) എന്നാണ് എഴുതുന്നത് അല്ലേ. നമ്പർ ഓഫ് യൂണിറ്റ്സിന്റെ എല്ലാ കളക്ഷൻ. സെറ്റ് ഓഫ് ഓൾ യൂണിറ്റ്സ് ഇൻ Zn is denoted by U(n). ഓക്കെ, കളക്ഷൻ ഓഫ് എലമെന്റുകൾ. ഇനി അടുത്ത നമ്മൾ മറ്റൊരു എക്സാമ്പിളിലേക്ക് പോകാം. നെക്സ്റ്റ് എക്സാമ്പിൾ നമുക്ക് Z of x. ഓക്കെ, Z of x എന്ന് പറയുന്നത് പോളിനോമിയൽ ആണ്. ആ പോളിനോമിയലിൽ വരുന്ന വേരിയബിൾ എക്സ് ആണ്. അതിനകത്ത് കോഎഫിഷ്യന്റ് സെറ്റ് ഓഫ് ഓൾ ഇൻറ്റീജർ സംഖ്യകളായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പം f of x belongs to Z of x. ഇതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് f of x. ദാറ്റ് പോളിനോമിയൽ ക്യാൻ ബി റിട്ടൺ ആസ് a0 plus a1x plus a2x square plus etc. Okay, where a1, a2, etc. ഇവിടെ എഴുതുന്നത് അങ്ങനെ നമ്മൾ സിമ്പിൾ ആയിട്ട് a is r which is also belongs to integers. ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, Z of x കൊണ്ട് അർത്ഥമാക്കുന്നത്. അന്നേരം ഈ Z of x റിംഗ് സ്ട്രക്ചർ ഫോം ചെയ്യുമോ എന്ന് നോക്കാം. അതായത് നമുക്ക് എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? Z of x അണ്ടർ ദ ഓപ്പറേഷൻ അഡിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് യൂഷ്വൽ അഡിഷൻ ആൻഡ് യൂഷ്വൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ അഡിഷന്റെ കേസസിൽ നേരെ നമുക്ക് രണ്ട് എലമെന്റുകൾ എടുക്കണം. f of x, g of x belongs to Z of x എടുക്കുക. Okay, same manner g of x can be and it can be taken as g of x equal to b0 plus b1x plus b2x square plus etc plus എടുക്കാം, where b is r belongs to z. Okay, and using the operation f of x plus g of x, again we are getting a polynomial, a0 plus b0 plus a1 plus b1 into x plus etc. Still a0 and b0 are elements in integers, so a0 plus b0 which is also belongs to z, a1 plus b1 which also belongs to z, ഇതെല്ലാം തന്നെ ഇതിൽ എക്സിസ്റ്റ് ചെയ്യുന്നതാണ്, z ൽ എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. So it is an binary operation. f of x plus g of x belongs to z of x ൽ തന്നെ ആയിരിക്കും. അടുത്ത എടുക്കാം h of x. let h of x equal to c0 plus c1x plus c2x square plus etc plus where these are elements in z. ഇതേ ഓപ്പറേഷൻ തന്നെ നേരത്തെ പറഞ്ഞ ആ റിംഗ് സ്ട്രക്ചറിൽ ഗ്രൂപ്പിന്റെ ഫോർമേഷനിൽ വരുന്ന അതേ ഓപ്പറേഷൻസ് തന്നെ ഇവിടെ ഹോൾഡ് ചെയ്യുന്നതായിരിക്കും. അതായത് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് പ്ലസ് എച്ച് ഓഫ് എക്സ് ദാറ്റ് ഇസ് അസോസിയേറ്റിവിറ്റി ഹോൾഡ് ചെയ്യുന്നതായിരിക്കും. എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് പ്ലസ് എച്ച് ഓഫ് എക്സ്. അതുപോലെ തന്നെ there exists 0 of x, that is 0 of x, it can be written as 0 plus 0 into x plus 0 into x square plus etc plus where 0 is an element in z. Okay, ഇങ്ങനൊരു പോളിനോമിയൽ, ഐ മീൻ 0 പോളിനോമിയലും അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. ഏതൊരു 0 പോളിനോമിയൽ എടുത്തു കഴിഞ്ഞാൽ അല്ലേ, എഫ് ഓഫ് എക്സ് 0 എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് which is equal to f of x equal to f of x plus 0x. അതുപോലെ തന്നെ ഏതൊരു പോളിനോമിയലിന് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് എക്സിസ്റ്റ് ചെയ്യുന്നതാണ്, നെഗറ്റീവ് എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. അന്നേരം എഫ് ഓഫ് എക്സ് പ്ലസ് നെഗറ്റീവ് എഫ് ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് തന്നെ കിട്ടും, 0 ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു നെഗറ്റീവ് എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ്. അന്നേരം ഈ ഗ്രൂപ്പിന്റെ എല്ലാ പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. സോ ഇസഡ് ഓഫ് എക്സ് അണ്ടർ ദി ഓപ്പറേഷൻ അഡിഷൻ ഇറ്റ് ഫോംസ് എ ഗ്രൂപ്പ്. അത് ഏത് ഗ്രൂപ്പാണ് ഫോം ചെയ്യുന്നത്, അബീലിയൻ ഗ്രൂപ്പാണ് ഫോം ചെയ്യുന്നത്. എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ്. അന്നേരം അബീലിയൻ ഗ്രൂപ്പിന്റെ എല്ലാ പ്രോപ്പർട്ടീസും അത് ഹോൾഡ് ചെയ്യുന്നതാണ് കിട്ടി. ഇനി നമുക്ക് നോക്കേണ്ടത് മൾട്ടിപ്ലിക്കേറ്റീവ് സ്ട്രക്ചേഴ്സ് എല്ലാം ഫോം ചെയ്യുന്നുണ്ടാണ്. അസോസിയേറ്റിവിറ്റി ഹോൾഡ് ചെയ്യുന്നതാണ്. എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്
into h of x, which is equal to f of x into g of x into h of x. സെയിം തന്നെ പ്രൊസീജിയർ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. f of x equal to a0 plus a1x plus a2x square plus etc. g of x can be taken as b0 plus b1x plus b2x square plus etc. h of x equal to c0 plus c1x plus c2x square plus etc. So associativity hold ചെയ്യുന്നതാണ്. And also distributivity also satisfies the in polynomials, that is f of x into g of x plus h of x, which is equal to f of x into g of x plus f of x into h of x. Okay, so left distributivity hold ചെയ്യുന്നതാണ്. Also, it satisfies the right distributivity property, which means that g of x plus h of x into f of x, it can be written as g of x into f of x plus h of x into f of x. So what we see is that z of x, the ring, the polynomial with the variables which contains integers as the coefficient, it satisfies all the conditions of the ring structure. That is, it forms an addition group under the operation addition, and multiplicativity property satisfies associativity, left distributivity, right distributivity. So we can simply say that z of x forms a ring structure. Okay, ഇനി അതിന് അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് ഇതിനകത്തുനിന്ന്, അതായത് ഇതിന്റെ എക്സിസ്റ്റൻസിൽ നിന്നും യൂണിറ്റ് എന്ന് പറയുന്നതിന്റെ ഹോൾഡ് ചെയ്യുന്നുണ്ടോ, അതായത് ഇതിനകത്ത് യൂണിറ്റിവിറ്റി എന്ന് പറയുന്നത് എക്സിസ്റ്റൻസ് പോസിബിൾ ആണോ എന്നുള്ളതാണ് നമുക്ക് അടുത്ത് നോക്കാനുള്ളത്. ഓക്കെ, അടുത്തത് അന്നേരം യൂണിറ്റി എന്ന് പറയുന്നത് അല്ലേ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് 1 അല്ലേ, 1 കൊണ്ട് അതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി അല്ലേ, മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. ഏതൊരെണ്ണത്തിനും എടുത്തു കഴിഞ്ഞാലും അല്ലേ, എക്സിസ്റ്റൻസ് പോസിബിൾ ആണ്. സിമ്പിൾ ആയിട്ട് 1 എക്സിസ്റ്റൻസ് എഴുതാൻ കഴിയുന്നതാണ്. ഓക്കെ, ഇനി അതുകൂടാതെ തന്നെ അടുത്ത നമുക്ക് നോക്കാനുള്ളത് യൂണിറ്റിന്റെ എക്സിസ്റ്റൻസ് ആണ്. അതായത് എല്ലാ നോൺ സീറോയ്ക്കും യൂണിറ്റിന്റെ എക്സിസ്റ്റൻസ് പോസിബിൾ ആണോ? പോസിബിൾ അല്ല. ഒരു കോൺസ്റ്റന്റ് പോളിനോമിയൽ എടുത്തു കഴിഞ്ഞാലോ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3 അല്ലേ, ഇതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3 into 1/3 അല്ലേ. ഇവിടെ അല്ലേ യൂണിറ്റ്, ഇവിടെ എക്സിസ്റ്റൻസ് പോസിബിൾ ആയിട്ടുള്ള നോൺ സീറോ എലമെന്റ്സിന്റെ ഇൻവേഴ്സിന്റെ എക്സിസ്റ്റൻസ് 1/3 ഈസ് നോട്ട് ആൻ ഇൻറ്റീജർ. ഓക്കെ, അന്നേരം അവിടെ എന്ത് ഹോൾഡ് ചെയ്യത്തില്ല? അവിടെ ആ യൂണിറ്റിന്റെ എക്സിസ്റ്റൻസ് പോസിബിൾ അല്ല. എല്ലാ നോൺ സീറോ എലമെന്റുകൾക്കും യൂണിറ്റ് എക്സിസ്റ്റൻസ് പോസിബിൾ അല്ല. പക്ഷെ ഏതിന്റെ കേസസിൽ നമുക്ക് എടുക്കാം? കോൺസ്റ്റന്റ് പോളിനോമിയൽ വിത്ത് if f of x equal to 1, then we can written as f of which is equal to, that is 1 into 1 അല്ലേ, that is equal to 1. അത് പോസിബിൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. മറ്റേതെങ്കിലും കേസസിൽ ഹോൾഡ് ചെയ്യുന്നുണ്ടോ? -1 into -1. ഇപ്പോൾ എഫ് ഓഫ് എക്സ് കോൺസ്റ്റന്റ് പോളിനോമിയൽ എടുക്കുന്ന -1, അന്നേരം അവിടുത്തെ കേസസിലും എന്ത് പോസിബിൾ ആണ്? -1 into -1 തന്നെ എടുത്തു കഴിഞ്ഞാൽ അല്ലേ, ദാറ്റ് ഇസ് ഈക്വൽ ടു 1. അങ്ങനെ ഒരു എക്സിസ്റ്റൻസ് പോസിബിൾ ആയിട്ട് വരുന്നതാണ്. എല്ലാ നോൺ സീറോ എലമെന്റുകൾക്കും യൂണിറ്റ് എന്തല്ല, എക്സിസ്റ്റൻസ് പോസിബിൾ അല്ല. ഇനി അടുത്ത മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. M2 of Z. ഈ M2 of Z കൊണ്ട് മീൻ ചെയ്യുന്നത് 2/2 മെട്രിസസ് ആണ്, ABCD വിത്ത് ഇൻറ്റീജർ കോഎഫിഷ്യൻസ് A, B, C, D belongs to Z. Okay, ABCD are elements in the integers. ഇത് എന്ത് ഫോം ചെയ്യുന്നു എന്ന് നോക്കാം. ഇത് നമുക്ക് റിംഗ് സ്ട്രക്ചർ ഫോം ചെയ്യുന്നുണ്ടോ? അതായത് മെട്രിക്സ് അഡിഷനും മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അന്നേരം ഇതിനകത്തുനിന്ന് ഏത് മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ അല്ലേ, A, B, C belongs to M2 of Z, which means that we are writing A equal to ABCD and B equal to we can take, let it be A equal to ABCD and B equal to EFGH and C equal to KIJK in that manner, where ABCD, EFGH, HIJK all are elements in Z. So ഇത് എല്ലാ പ്രോപ്പർട്ടീസും ഹോൾഡ് ചെയ്യുന്നതാണ്. A plus B equal to B plus A അല്ലേ, അത് കൂടാതെ തന്നെ അസോസിയേറ്റീവ് ഹോൾഡ് ചെയ്യുന്നതാണ്. മെട്രിക്സ് അഡിഷൻ ഈസ് അസോസിയേറ്റീവ്, ദാറ്റ് ഇസ് A plus B plus C which is equal to A plus B plus C.
and corresponding there exists a zero matrix. Whole entries are 0, 0, 0, 0, 0, 0, 0. Okay, that is 0 belongs to which is an integer. So either matrix എടുത്തു കഴിഞ്ഞാലും a plus 0 matrix which is equal to 0 matrix 0, 0, 0, 0, 0 plus a. Again we are getting a. Okay, corresponding to every matrix with the integer coefficient, there exists another metric negative a plus of negative a which is equal to negative a plus a equal to 0. ഏതൊരു ഇൻറ്റീജർ സംഖ്യകൾ എടുത്താലും അതിനെ നെഗറ്റീവ് ഓഫ് എഴുതാൻ പറ്റും അല്ലേ? ഇപ്പോൾ എ എടുത്തു കഴിഞ്ഞാൽ അന്നേരം നെഗറ്റീവ് ഓഫ് എ എന്ത് എഴുതാം? വിച്ച് ഇസ് ഈക്വൽ ടു നെഗറ്റീവ് എ നെഗറ്റീവ് ബി നെഗറ്റീവ് സി നെഗറ്റീവ് ഡി അല്ലേ? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കിന് then we get a zero matrix. So it satisfies all the conditions of a group, and also hence it forms an abelian group. That is M2 of Z under the operation addition forms an abelian group. ഇനി അതിനുശേഷം നമുക്ക് നോക്കാനുള്ളത് അത് ഇനി മൾട്ടിപ്ലിക്കേഷന്റെ കേസസിലെ പ്രോപ്പർട്ടീസ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കതിനെ റിംഗ് സ്ട്രക്ചറിലേക്ക് പറയാൻ പറ്റത്തുള്ളൂ. അന്നേരം എ ബി സി അല്ലേ? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് അസോസിയേറ്റീവ് ആണ്. അതേപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ അഡിഷൻ ആണ്. എ ഇൻറ്റു ബി പ്ലസ് സി വിച്ച് ഇസ് ഈക്വൽ ടു എ ബി പ്ലസ് എ സി. അതേപോലെ തന്നെ ബി പ്ലസ് സി ഇൻറ്റു എ വിച്ച് ഇസ് ഈക്വൽ ടു ബി എ പ്ലസ് സി എ. എല്ലാ പ്രോപ്പർട്ടീസും ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ M2 of Z under the operation matrix addition and multiplication, it forms a ring structure, that is binary structure. Ring binary structure ആണ് ഫോം ചെയ്യുന്നത്. ഇനി അതുകൂടാതെ തന്നെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എലമെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, യൂണിറ്റി എലമെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഇതിനകത്ത് യൂണിറ്റി എലമെന്റിന്റെ എക്സിസ്റ്റൻസ് ഏതൊരു മെട്രിക്സ് എടുത്തു കഴിഞ്ഞാലും കറസ്പോണ്ടിങ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നത് ഏത് മെട്രിക്സ് ആയിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത്? ലെഫ്റ്റിലും റൈറ്റിലും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2/2 മെട്രിക്സിൽ എടുക്കുന്നത് ഐഡന്റിറ്റി മെട്രിക്സ് ആണ് 1 0 0 1 which is equal to 1 0 0 1 into a, that is equal to a അല്ലേ? അന്നേരം യൂണിറ്റിയുടെ എക്സിസ്റ്റൻസും പോസിബിൾ ആണ്. ഇനി നമുക്ക് ആലോചിക്കാനുള്ള എല്ലാ കേസസിലും ഇൻവേഴ്സിന്റെ എക്സിസ്റ്റൻസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ആലോചിച്ച് നോക്കണം കേട്ടോ. അതായത് ഏതൊരു മെട്രിക്സ് എടുത്തു കഴിഞ്ഞാലും വിത്ത് ഇൻറ്റീജർ കോഎഫിഷ്യന്റ് എക്സിസ്റ്റ് ചെയ്യുന്ന അന്നേരം എല്ലാ നോൺ സീറോ മെട്രിക്സുകളും ഏതൊക്കെ നോൺ സീറോ മെട്രിക്സുകൾക്ക് ഇൻവേഴ്സ് എക്സിസ്റ്റൻസ് പോസിബിൾ ആണ് അല്ലേ? ഡിറ്റർമിനന്റ് നോൺ സീറോ വരുന്നതും ആയിട്ടുള്ളത് അത് കൺസിഡർ ചെയ്ത് നോക്കുക. ഇനി അതിനുശേഷം നമുക്ക് അടുത്ത then we are moving on to next example, that is 2z. z അറിയാലേ? 2z under the operation usual addition and that is component wise addition and multiplication, like what we can say about this one. That is z equal to set of all -3 -2 -1 0 1 2 3. Okay, then 2z which contains that elements, multiplying all the elements with 2, then we get -6 -4 -2 0 2 4 etc. Okay, ഇനി ഈ ഒരു സ്ട്രക്ചർ റിങ്ങിലേക്ക് പോകുന്നുണ്ട്. അന്നേരം ആദ്യം ഇറ്റ് ഷുഡ് ഫോംസ് ആൻ അബീലിയൻ ഗ്രൂപ്പ് അണ്ടർ ദ ഓപ്പറേഷൻ അഡിഷൻ. സോ 2z അണ്ടർ ദ ഓപ്പറേഷൻ അഡിഷൻ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഫോർ ടേക്കിംഗ് എനി ഇൻഡിജേഴ്സ്, ഐ മീൻ ദാറ്റ് ഓൾ നമ്പേഴ്സ് ആർ ഈവൻ, ബൈ ആഡിങ് എനി ടു even numbers we are getting the number, that number should be which exists in the 2z, that is a plus b equal to b plus a തന്നെ ആയിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി ഏത് ഇൻറ്റിജർ എടുത്തു കഴിഞ്ഞാലും നമുക്ക് അസോസിയേറ്റിവിറ്റി ചെയ്യാൻ കഴിയുന്നതാണ്. ഇതേ സെയിം പ്രോപ്പർട്ടിയാണ്. അത് കൂടാതെ തന്നെ സീറോ എന്ന് പറയുന്നത് ഇൻറ്റിജർ എക്സിസ്റ്റൻസ് ആണ്. അന്നേരം 0 plus a which is equal to a plus 0 which is equal to a, ഇതും ഹോൾഡ് ചെയ്യുന്നതാണ്. ഏതൊരു ഇൻറ്റീജർ എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നെഗറ്റീവ് ഓഫ് അല്ലേ? 2z എലമെന്റ്സ് എല്ലാം എടുക്കുന്നത്. അതായത് ഏതൊരു എണ്ണം എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സിസ്റ്റൻസ് 0 which is equal to -a plus a എഴുതാൻ കഴിയുന്നതാണ്. സോ അതുകൊണ്ട് എന്ത് ഫോം ചെയ്യുന്നത്? 2z അണ്ടർ ദ ഓപ്പറേഷൻ അഡിഷൻ ഇറ്റ് വിൽ ഫോംസ് എ ഗ്രൂപ്പ്. ആൻഡ് ഇനി അടുത്ത നമുക്ക് ചെക്ക് ചെയ്യാനുള്ള എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ അത് ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. 2z അണ്ടർ ദ ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷനിലും ചെയ്യാൻ പറ്റത്തില്ലേ? അസോസിയേറ്റിവിറ്റി പ്രോപ്പർട്ടിയാണ് ഏത് ഇൻറ്റീജേഴ്സ് എടുത്തു കഴിഞ്ഞാലും. ദാറ്റ് ഇസ് a ഇൻറ്റു ബി സി എന്ന് പറയുന്ന ഫോമിൽ എഴുതാൻ കഴിയും. അതേപോലെ തന്നെ ലെഫ്റ്റിൽ അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. അതുകൂടാതെ തന്നെ അതിന് റൈറ്റിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്നതാണ് ബി എ പ്ലസ് സി എ.
എല്ലാ പ്രോപ്പർട്ടീസും ഹോൾഡ് ചെയ്യുന്നതാണ്. സോ 2z എന്ന് പറയുന്നത് എന്ത് ഫോം ചെയ്യുന്നതാണ്? അത് റിംഗ് സ്ട്രക്ചർ ഫോം ചെയ്യുന്നതാണ്. ദാറ്റ് ഇസ് 2z under the operation addition and multiplication that will forms a റിംഗ് സ്ട്രക്ചർ ഫോം ചെയ്യുന്നതാണ്. ഇനി അടുത്ത് നമ്മൾക്ക് നോക്കണം, അതിനകത്ത് യൂണിറ്റി എന്ന് പറയുന്ന എലമെന്റ് ഉണ്ടോ, മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടോ? നമ്മൾ കണ്ടതല്ലേ 2z എന്ന് പറയുന്ന സംഖ്യ, അതിനകത്ത് വരുന്ന എൻട്രികൾ ഏതൊക്കെയാണ്? -6, -4, -2, 0, 2, 4, 6 ഇൻ ദാറ്റ് മാനർ. ഓക്കെ, എക്സെട്ര. ഇതിനകത്ത് യൂണിറ്റി എലമെന്റിന്റെ എക്സിസ്റ്റൻസ് ഇല്ല. ഓക്കെ, യൂണിറ്റി ഇവിടെ പോസിബിൾ അല്ല. അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ആലോചിച്ച് നോക്കാം, യൂണിറ്റ് എലമെന്റ് ഉണ്ടോ? യൂണിറ്റ് എലമെന്റ് ഉണ്ടോ? ഏതെങ്കിലും എലമെന്റ് മൾട്ടിപ്ലൈ ചെയ്ത് നോൺ സീറോ എലമെന്റിന്റെ എക്സിസ്റ്റൻസ് ഇവിടെ പോസിബിൾ ആണോ? അതിന് ഇൻവേഴ്സ് കറസ്പോണ്ടിങ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? എവിടെയെങ്കിലും ഇൻവേഴ്സിന്റെ എക്സിസ്റ്റൻസ് ഉണ്ടോ? ഇല്ല, അതും പോസിബിൾ അല്ല. ഓക്കെ, അന്നേരം അതും കഴിഞ്ഞ് ഇനി നമുക്ക് അടുത്ത ഫോർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ R1, R2, R3 എക്സെട്ര, ഈ Rn ഇതെല്ലാം റിങ്ങുകളാണ്. ഓക്കെ, റിങ്ങുകളാണ്. ഈ റിങ്ങുകളിൽ നിന്നും പുതിയൊരു നമ്മൾ മറ്റൊരു റിങ് ജനറേറ്റ് ചെയ്ത് വരുന്നു. ഓക്കെ, R1, R2, R3 എക്സെട്ര Rn. ഓക്കെ, ഇതിനെ നമ്മൾ ഡയറക്റ്റ് സം എന്നാണ് പറയുന്നത്. ഡയറക്റ്റ് സം. അന്നേരം നമുക്ക് നോക്കണം ഇതിനകത്ത് എങ്ങനെയായിരിക്കും എലമെന്റുകൾ, റിങ്ങിന്റെ ഡയറക്റ്റ് സം. അന്നേരം അതിനകത്ത് എലമെന്റുകൾ രണ്ട് ഓപ്പറേഷൻസുകളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അന്നേരം അഡിഷനും യൂസ് ചെയ്യണം, മൾട്ടിപ്ലിക്കേഷനും യൂസ് ചെയ്യണം. അതിനകത്ത് കമ്പോണന്റ് വൈസ് അഡിഷൻ ഉണ്ട്, കമ്പോണന്റ് വൈസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതായത് ഈ റിംഗ് സ്ട്രക്ചറിന്, അതായത് ഡയറക്റ്റ് സം റെപ്രസെന്റേഷൻ R1 ഡയറക്റ്റ് സം, R2 ഡയറക്റ്റ് സം, R3 ഡയറക്റ്റ് സം എക്സെട്ര ഡയറക്റ്റ് സം Rn. ഇതിനകത്ത് വരുന്ന എലമെന്റുകളെല്ലാം A1, A2, A3, etc., An in such a manner that A1 belongs to, first entry belongs to R1 and the second element belongs to the ring R2 and the third element belongs to A3 belongs to R3, etc. An belongs to Rn എന്ന് പറയുന്ന സ്ട്രക്ചറിലായിരിക്കും ഫോർമേഷൻ വരുന്നത്. ഓക്കെ, അന്നേരം ഇതിന്റെ രീതി മനസ്സിലായല്ലേ? ഇനി നമുക്ക് കമ്പോണന്റ് വൈസ് അഡീഷൻ രണ്ട് ഓപ്പറേഷൻസ് ഇല്ലേ? അന്നേരം വി ക്യാൻ ടേക്ക് അനദർ B1, B2, എക്സെട്ര Bn. അന്നേരം അഡീഷനിലേക്ക് പോവാം. A1, A2, A3 എക്സെട്ര An പ്ലസ് B1, B2, B3 എക്സെട്ര Bn. കമ്പോണന്റ് വൈസ് അഡീഷൻ ആണ് യൂസ് ചെയ്യുന്നത്. സോ A1 പ്ലസ് B1, A2 പ്ലസ് B2, എക്സെട്ര An പ്ലസ് Bn. ഓക്കെ, കമ്പോണന്റ് വൈസ് അഡിഷൻ. അതുപോലെ തന്നെ കമ്പോണന്റ് വൈസ് മൾട്ടിപ്ലിക്കേഷൻ A1, A2 എക്സെട്ര An ഇൻറ്റു B1, B2 എക്സെട്ര Bn വിച്ച് ഇസ് ഈക്വൽ ടു A1, B1, A2, B2 എക്സെട്ര An, Bn. ഓക്കെ, ഇതിൻ്റെയാണ് റിംഗ് സ്ട്രക്ചേഴ്സിന്റെ ഫോർമേഷനിലേക്ക് പോകുന്നത്. ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് തിയറമാണ്. തിയറം 12.1. ഓക്കെ, ആ തിയറത്തിന്റെ പേരാണ് റൂൾസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. റൂൾസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. ലെറ്റ് A, B and C belong to a ring R, then first one A into 0 which is equal to 0 into A which is equal to 0, and second one A into negative B which is equal to negative A into B which is equal to negative of AB, and the third one negative A into negative B which is equal to AB, and fourth one A into B minus C which is equal to AB minus AC, and also B minus C into A which is equal to BA minus CA. Furthermore, if R has unit element 1, then negative 1 into A which is equal to negative A, and the final one negative 1 into negative 1
വിച്ച് ഇസ് ഈക്വൽ ടു 1. അന്നേരം നമുക്ക് റൂൾസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ആണ് നമുക്കത് പ്രൂവ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് പറയുന്നത് a into 0 which is equal to 0 into a equal to 0, and the second one a into negative b equal to negative a into b which is equal to negative of ab, negative a into negative b which is equal to ab, a into ലെഫ്റ്റിലും റൈറ്റിലും ഡിസ്ട്രിബ്യൂട്ട്. ഇനി യൂണിറ്റ് എലമെന്റിന്റെ എക്സിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതും ഹോൾഡ് ചെയ്യണം. അന്നേരം നമുക്ക് ഓരോന്നായിട്ട് പ്രൂവ് ചെയ്യാം. ഓക്കെ, മൂവിങ് ഓൺ ടു ദ പാർട്ട് ഓഫ് പ്രൂഫ്. ഫസ്റ്റ് വൺ, we have to show that a into 0 which is equal to 0 into a which is equal to 0. Okay, അന്നേരം a into 0 നമുക്ക് എന്ത് എഴുതാം? a into 0 plus 0 എന്ന് എഴുതാം അല്ലേ. ഇനി ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് റിംഗ് സ്ട്രക്ചർ മാത്രമേ നമുക്കുള്ളൂ. ആ റിംഗ് സ്ട്രക്ചറിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടികളുടെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. അന്നേരം ഇവിടെ എന്ത് ചെയ്യാം? നേരത്തെ ഓർമ്മയുണ്ടോ? a into റിംഗ് സ്ട്രക്ചറിൽ b plus c which is equal to ab plus ac എന്ന് പറയുന്നത്. That is ലെഫ്റ്റ് ഡിസ്ട്രിബ്യൂട്ടിവിറ്റി അണ്ടർ ദ ഓപ്പറേഷൻ അഡിഷൻ, അത് ഹോൾഡ് ചെയ്യുന്നതാണ്. സോ വി ക്യാൻ റിട്ടേൺ ആസ് a into 0 plus a into 0. That is a into 0 equal to, ഇതിന് ഒരു 0 ആഡ് ചെയ്താൽ a plus 0 plus 0 which is equal to a into 0 plus a into 0. ഇനി ഗ്രൂപ്പിന്റെ ക്യാൻസലേഷൻ പ്രോപ്പർട്ടി വെച്ചിട്ട് ബൈ ഗ്രൂപ്പ് ക്യാൻസലേഷൻ നമുക്ക് എന്ത് എഴുതാം? ദിസ് ഇംപ്ലൈസ് 0 equal to a into 0. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. വി ക്യാൻ യൂസ് ദി സിമിലർ പ്രൊസീജിയർ ടു പ്രൂവ് 0 into a equal to 0. അതെങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും? ഇതേ പ്രൊസീജിയർ തന്നെ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. ഇതിൻ്റെ പ്രൂഫിലേക്ക് നമുക്ക് പോകാം. അതായത് ദാണ്ട് അന്നേരം 0 into a which is equal to, അതിനെ എന്ത് എഴുതാം? 0 plus 0 into a. നേരത്തെ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? That is b plus c into a which is equal to, ഇവിടെ എവിടെയാണ്? റൈറ്റ് സൈഡിലുള്ള ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ദാറ്റ് ഇസ് ba plus c എന്ന് എഴുതി കൂടെ? ഇവിടെ അതേ പ്രൊസീജിയർ ചെയ്ത്, ദാറ്റ് ഇസ് 0 into a plus 0 into a which is equal to 0 into a. ഇതിനെ എന്ത് എഴുതാം? 0 into a plus 0 which is equal to 0 into a plus 0 into a. Again we can use the group cancellation. By cancellation we get 0 equal to 0 into a. രണ്ടും പ്രൂവ് ചെയ്ത് കഴിഞ്ഞല്ലോ. So finally we can conclude that a into 0 equal to 0 into a which is equal to 0. Okay. ഇനി അടുത്ത പ്രൂഫിലേക്ക് നമുക്ക് കടക്കാം. അടുത്ത നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എന്താണ്? സെക്കൻഡ് വൺ, a into negative b which is equal to negative a into b which is equal to negative of ab എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, അന്നേരം നമുക്ക് തേർഡ് പാർട്ടിലേക്ക് കടക്കാം. നേരത്തെ നമ്മൾ ചെയ്തിരുന്നതാണ്, അതായത് a into 0, അതിന് നമുക്ക് എന്ത് എഴുതാം? സിംപ്ലി വി ക്യാൻ റിട്ടേൺ ആസ് a into 0യുടെ സ്ഥാനത്ത് എന്ത് എഴുതാം? മൈനസ് ബി പ്ലസ് ബി എന്ന് എഴുതി കൂടെ? വിച്ച് ഇസ് ഈക്വൽ ടു 0 അല്ലേ? a into 0 വിച്ച് ഇസ് ഈക്വൽ ടു 0 ആണ് അല്ലേ നേരത്തെ ചെയ്തത്? a into 0 equal to 0 into a equal to 0 അല്ലേ? by using the first result we can use first result here. Therefore ഇനി അടുത്ത എന്താണ്? ഇതിന്റെ ലെഫ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അപ്ലൈ അല്ലേ? ദാറ്റ് ഇസ് a into മൈനസ് ബി അല്ലേ? a into മൈനസ് ബി പ്ലസ് എ ബി വിച്ച് ഇസ് ഈക്വൽ ടു 0 ഇതല്ലേ യൂസ് ചെയ്യുന്നത്? therefore a into മൈനസ് ബി, so which implies that which is equal to minus of ab. ഇതേ പ്രൊസീജിയർ തന്നെ അടുത്തതിനും യൂസ് ചെയ്യാം. So we proved that a into minus b equal to minus of ab. And the next one, 0 into b which is equal to 0 അല്ലേ? 0 into b equal to 0. Therefore 0 can be written as negative a plus a into b which is equal to 0. Again ഇവിടെ എന്ത് യൂസ് ചെയ്യാം? റൈറ്റ് ഡിസ്ട്രിബ്യൂട്ടിവിറ്റി പ്രോപ്പർട്ടി നമുക്ക് യൂസ് ചെയ്യാം. ദാറ്റ് ഇസ് നെഗറ്റീവ് a into b plus ab which is equal to 0, which implies negative a into b equal to negative of ab. Clear ആയോ? അന്നേരം എല്ലാ പ്രൊസീജിയേഴ്സും ഹോൾഡ് ചെയ്യുന്നതാണ്. സോ ഫൈനൽ what we are getting is that so finally we can conclude that a into negative b which is equal to negative a into b which is equal to negative of ab. ഓക്കെ, ഇങ്ങനെയാണ് അടുത്തത് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത റിസൾട്ടിലേക്ക് കടക്കാം. അടുത്ത ഇതേപോലെ തന്നെ സിമിലർ പ്രൊസീജിയർ യൂസ് ചെയ്തിട്ടാണ്. ദാറ്റ് ഇസ് നെഗറ്റീവ് എ ഇൻറ്റു നെഗറ്റീവ് ബി വിച്ച് ഇസ് ഈക്വൽ ടു എ ബി എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? അതായത് നെഗറ്റീവ് എ ഇൻറ്റു ബി അല്ലേ? നെഗറ്റീവ് എ ഇൻറ്റു ബി വിച്ച് ഇസ് ഈക്വൽ ടു
A into negative B, which is equal to negative of AB. So, negative A into negative B. ഇതിൽ ഏതെങ്കിലും പ്രോപ്പർട്ടി നമുക്ക് അപ്ലൈ ചെയ്യാം. That is equal to negative of A into negative B. Again, we can apply that result here, A into negative of B, which is equal to negative of AB. So, negative of AB, which is equal to AB. Okay. അതും പ്രൂഫ് കഴിഞ്ഞു. ഇനി അടുത്തയിലേക്ക് നമുക്ക് കടക്കാം. അടുത്ത നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് A into B minus C, which is equal to AB minus AC. ഇതിലെ പ്രൂഫിലേക്ക് കടക്കുമ്പോൾ A into B minus C, we can written as A into B plus of minus C. Again, left distributive property നമുക്ക് അപ്ലൈ ചെയ്യാം. That is AB plus A into negative of C. നേരത്തെ എഴുതിയില്ലായിരുന്നു A into negative of B, which is equal to negative of AB. തൊട്ട് മുമ്പ് എഴുതിയ therefore which is equal to A plus negative of AC. ഓക്കെ, അതും കിട്ടി. ഇതേ പ്രൊസീജിയർ തന്നെ അടുത്തതിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ദാറ്റ് ഇസ് B minus C into A, which is equal to B plus of minus C into A, which is equal to B into A plus minus C into A. നേരത്തെ എഴുതിയ റിസൾട്ട് ദാറ്റ് ഇസ് നെഗറ്റീവ് A into B, which is equal to negative of AB എന്ന് പറയുന്ന റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്യാം. which is equal to BA minus CA. സോ എല്ലാ പ്രോപ്പർട്ടീസും നമുക്ക് ഇവിടുന്ന് പ്രൂവ് ചെയ്യാൻ കഴിയും ഈസിലി. പിന്നെ ഇതേ പ്രൊസീജിയർ തന്നെ അടുത്തതിനകത്തും പ്രൂവ് ചെയ്യാനുള്ളത്. നേരത്തെ അടുത്ത ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഫർദർ ഇഫ് ദർ എക്സിസ്റ്റ് എ യൂണിറ്റ് എലമെന്റ് 1, we have to prove that negative 1 into A, which is equal to negative A, and also the final one is negative 1 into negative 1, which is equal to 1. How we can prove that? We already proved that one, negative A into B, which is equal to negative of AB. So we can put here, ഇവിടെ വാല്യൂ കൊടുത്താൽ മാത്രം മതി. എയുടെ സ്ഥാനത്ത് ഇത് കൊടുക്കുക, ബിയുടെ സ്ഥാനത്ത് എ എന്ന് എഴുതി കഴിഞ്ഞാൽ എന്ത് തന്നെ കിട്ടും? വിച്ച് ഇസ് ഈക്വൽ ടു നെഗറ്റീവ് എ തന്നെ കിട്ടും. നേരത്തെ എഴുതിയ പ്രോപ്പർട്ടിയിലെ നെഗറ്റീവ് എ ഇൻറ്റു നെഗറ്റീവ് ബി വിച്ച് ഇസ് ഈക്വൽ ടു എ ബി, അതിനകത്ത് എന്ത് കൊടുത്താൽ മതി? എയും ബിയും ഈ വാല്യൂസ് കൊടുക്കുമ്പോഴത്തേക്കിന് we can simply conclude that negative 1 into negative 1 which is equal to 1. Okay.